Hello, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചായപ്പൊടി കൊണ്ട് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ട്ടോ. ഒരു തവണയെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിന്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഈ ബൗൾ നമുക്കൊന്ന് ഒരു നല്ലൊരു വൃത്തിയുള്ള കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് മൂടിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നടുവിൽ ചെറുതായിട്ടൊരു കുഴി പോലെ വേണം. ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത് ഈ ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒന്നും കൂടെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു തുണി ഈ പഞ്ചസാരയൊക്കെ വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കണം. നമ്മൾ കെട്ടുമ്പോൾ ഒന്ന് ലൂസാക്കിയിട്ട് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രം കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ആദ്യം കുക്കറിലേക്ക് 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കുക്കറിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗളില്ലേ അത് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് 5 വിസിൽ വരുത്തണം കേട്ടോ. 5 വിസിൽ ഹൈ ഫ്ലെയിമിൽ വരുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോകണം. ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് മെരിസ്റ്റോയുടെ 2 തരത്തിലുള്ള ഹൽവകളാണ് കേട്ടോ. ഗീ ഹൽവയും വീറ്റ് ഹൽവയും. ഇതിൽ വീറ്റ് ഹൽവ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ. പിന്നെ ഗീ ഹൽവയാണെങ്കിൽ ഓരോ ബൈറ്റ്സിലും ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഗീ ഹൽവയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മെരിസ്റ്റോയുടെ ഹൽവകൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഗിവ് അവേക്ക് 13 പേർക്കുള്ള ഗിഫ്റ്റ് ഇവരാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഈ അടിപൊളി ഹൽവ കിട്ടും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ 5 വിസിൽ വന്ന സമയത്ത് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവിയൊക്കെ പോയിട്ട് ഇപ്പോൾ ഇത് തുറക്കുകയാണ്. ഇനി ഈ ഒരു ബൗള് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു കെട്ടൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഈ ഒരു തുണി എടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. നമുക്കതിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ഈ വെള്ളം നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ല കടുപ്പത്തിലുള്ളൊരു ചായ തന്നെയാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിൽ 1.5 കപ്പ് പാല് ഞാനിവിടെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് വെള്ളവും 1.5 കപ്പ് പാലുമാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ പാൽപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ പാല് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു തേയില വെള്ളമല്ലേ അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ചേർക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ഇറാനി ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ്. ഒരു ദം ചായ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രഷർ കുക്കറിൽ ദം ചെയ്തെടുത്ത ഈ ഒരു ചായ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്